അപ്പോൾ നമ്മൾ ഒരു 2 ലിറ്റർ പെട്രോൾ അടിക്കണം കേട്ടോ. ഇവിടെ പെട്രോളിൻ്റെ വില കണ്ടോ, 22,760 കിപ്പാണ് പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതെ, ഇതാണ് സംഭവം. ഇത് ഡീസലായിരിക്കണം, 18,480. അപ്പോൾ നമുക്കൊരു 2 ലിറ്റർ പെട്രോൾ അടിക്കാം. ബ്ലൂ ലഗൂൺ 1 തേടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ 2 വീലർ എടുത്ത് നമ്മൾ ബ്ലൂ ലഗൂൺ 3 കണ്ടു, അടുത്ത 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം നിൽക്കുന്നത് അടുത്ത ബ്ലൂ ലഗൂണിലാണ്. ഈ ബ്ലൂ ലഗൂണിൻ്റെ പേര് ബ്ലൂ ലഗൂൺ 1 എന്നാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വാങ്വിയനിൽ ലഗൂൺസ് കാണാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും പാക്കേജുകളും ഒക്കെ വരുന്നത് ഇങ്ങോട്ടാണ്. അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ പോകുന്ന വഴിയിലെല്ലാം നിറയെ ഷോപ്പും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ആൾക്കാരെല്ലാം എന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഇവിടെ ചുറ്റിനും ഷോപ്പാണ്, ഫുൾ ഷോപ്പ്, ഡോനട്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ഷോപ്സാണ്. അപ്പോൾ ഇവിടെയും എൻട്രി ഫീസുണ്ട്. നമുക്ക് 20,000 കിപ്പാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എടുത്ത് നേരെ അകത്തേക്ക് കയറണം. സൈഡിൽ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ എൻട്രി. ജീവനോടുള്ള പുഴുക്കൾ കിടക്കുന്നുണ്ടോ? Jangan betul lah. ഫിഷ് സ്പായും ഫിഷ് മസാജും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള സംഭവങ്ങളുണ്ട്. ഫ്രണ്ടിലാണ് ടിക്കറ്റ് ചെക്കിങ്. കുറച്ചൊന്ന് അകത്തേക്കാണ് ഈ ലഗൂണ് വരുന്നത്. ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കാണിക്കണം, അതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറി പോകുന്നത്. ഇതിന് മുന്നേ ബ്ലൂ ലഗൂണിലൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. നമ്മളൊരു ഉച്ച സമയമായി ഇവിടെ എത്തിയപ്പോൾ. സ്വിം ഡ്രസ്സും അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാഗും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും ഇവിടെ ലഗൂണിൽ ഇറങ്ങാം. ഇൻ്റർനെറ്റിലൊക്കെ വായിച്ചതുപോലെ നല്ല തിരക്കുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ള ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ബ്ലൂ ലഗൂൺ 1 എന്ന് പറയുന്നത്. ഇഷ്ടംമാതിരി ഷോപ്സും റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് 40,000 കിപ്പാണ് ഇവിടെ ഒരു കരിക്കിൻ്റെ വില കേട്ടോ. ഇതാണ് ഇവരുടെ ബ്ലൂ ലഗൂൺ. ഓക്കെ, ഇത് കൊള്ളാലോ, രസമുണ്ട്. ശരി, നിറയെ മീനും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറേ കൂടെയൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഊഞ്ഞാലൊക്കെ കയറി നിൽപ്പുണ്ട്. ചൈനയിൽ നിന്ന്, വിയറ്റ്നാം, മലേഷ്യ, നമ്മുടെ തായ്ലൻഡ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവ് നമുക്ക് കാണാൻ പോകാൻ പറ്റുമോ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇത് ലോക്കറുണ്ട് കേട്ടോ. 10,000 കിപ്പാണ്, 1 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഇത് സിപ്പ് ലൈൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാം. പക്ഷേ കണ്ട ആ ഒരു തിരക്ക് കണ്ടോ, ആൾക്കാർ ഈ നിൽക്കുന്നവരെല്ലാം സിപ്പ് ലൈനിന് കയറാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ബ്ലൂ ലഗൂൺ 3 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യരില്ല അവിടെ. നമുക്ക് ഈസി ആയിട്ട് പോയി കാര്യങ്ങളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ട് വരാം. ഇത് ഒരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും ആൾക്കാർ വരുന്നതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഇതുണ്ട്. ആൾക്കാരെല്ലാം ഈ സൈഡിലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ജ്യൂസും ഇതുള്ള കോണും ഒക്കെ മേടിച്ച് അതുമൊക്കെ കഴിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണ്. ഈ ഡിങ്കിയൊക്കെ അവിടെയൊക്കെ ഫ്രീ ആയിരുന്നു. ഇവിടെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ലൈഫ് ജാക്കറ്റും ഡിങ്കിയൊക്കെ അത് 20,000 കിപ്പാണ് 1 മണിക്കൂറിനേക്ക്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്ന ലൈഫ് ജാക്കറ്റ്. ഇത് ഫുഡൊക്കെ ആൾക്കാർ മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതുപോലുള്ള തട്ട് പോലുള്ള തടി കൊണ്ടുണ്ടാക്കിയ തട്ട് ഉള്ള ചെറിയ ഒരു ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പായ വിരിച്ച് തറയിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാം, ബിയറൊക്കെ അടിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറുണ്ട്. അവിടെ ചിപ്സും പൊട്ടറ്റോ ചിപ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ ഒരു
തിരക്കിലാണ്. നമ്മുടെ കേവ് ആണ് നമ്മൾ അടുത്തിനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഇവിടെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് കണ്ടിട്ട് പോകാം. ഇങ്ങനെ ഒരു ചെറിയ ബ്രിഡ്ജ് ഈ ഒരു വാട്ടർ ബോഡിയുടെ കുറുകെ ഉണ്ട്. ഇതുവഴി കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്ത്യൻസ് ഇല്ലയെന്നല്ല, ഇന്ത്യൻസ് ഒരു 2-3 പേര് ഞാൻ കണ്ടുള്ളൂ ഇവിടെ. ഇന്ത്യൻസ് അങ്ങനെ ഇല്ല. ഇത് വേറൊരു സൈഡാണ്. നമ്മൾ വേറൊരു സൈഡ് വന്നു. അപ്പോൾ ഇവിടെ കയറ് കയറ്റി വെച്ചിട്ടുണ്ട്, നോ പാസ് എന്ന് പറഞ്ഞിട്ട്. അതുവഴി നമുക്ക് എൻട്രി അലൗഡ് അല്ല. കളികളെല്ലാം ദേ ഇവിടെ ഈ ട്യൂബിലൊക്കെ നമുക്കിങ്ങനെ നടന്ന് കളിക്കാം ഇതുപോലെ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം, ബ്ലൂ ലഗൂൺ 3 തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. ഉള്ളൊരു കരിക്ക് കുടിക്കാന്ന് വെച്ചാൽ ഇടയ്ക്ക് 40,000 കിപ്പാണ്. അത് എത്ര ഇന്ത്യൻ രൂപ വരുമെന്ന് ഞാൻ എഴുതി കാണിക്കുന്നത്. 40,000 കിപ്പിലൊക്കെ നമ്മൾ എന്തുവാണ് കറൻസി കൺവേർഷൻ പറയാനായിട്ട്. എന്തായാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ എഴുതിയിടാം. ടൂറിസ്റ്റ് സ്ഥലമാകുമ്പോൾ പുറത്ത് കിട്ടുന്നതിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും പ്രൈസൊക്കെ. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും നല്ല വലിയ സൈസ് കരിക്കാണ് കേട്ടോ. അതൊക്കെ ഇത്രയും വലുതാണ്. എൻ്റെ കയ്യിനെ കാട്ടിയുണ്ട് സംഭവം. ഈ കേവ് രാവിലെ 7 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. വൈകുന്നേരം 5 മണിക്കാണ് ക്ലോസ് ആവുന്നത്. ഫ്ലാഷ് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെൻറ്റിനെടുക്കാം. 20,000 കിപ്പാണ് ഫ്ലാഷ് ലൈറ്റിൻ്റെ റേറ്റ്. പിന്നെ ഗൈഡ് സർവീസ് അവൈലബിൾ ആണ്. അത് 1,50,000 കിപ്പാണ്, 1,50,000 കിപ്പാണ് അതിൻ്റെ റേറ്റ്. പിന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ആസ്മ, ബ്ലഡ് പ്രഷർ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ, വയസ്സായ ആൾക്കാർ, ഹെൽത്ത് അത്ര സ്ട്രോങ് ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവരൊന്നും ഇത് ട്രൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറില്ല. നമ്മൾ നേരത്തെ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്ത കാരണം നമ്മളിനി ഇതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. ഫുള്ള് ചീവിടിൻ്റെ ഒച്ചയാണ് കേട്ടോ. നല്ല കയറ്റമുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ മുള കൊണ്ടുള്ള കൈവരി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. 120 മീറ്ററാണ് തറ നിരപ്പിൽ നിന്ന് ഈ കേവിലേക്കുള്ള ദൂരം. നമ്മൾ ആ താഴെ നിന്ന് കയറി മുകളിൽ വരെ വന്നു. അപ്പോൾ അവിടെ ആ ഭാഗത്തായിട്ട് ഒരു സിപ്പ് ലൈനുണ്ട്. സിപ്പ് ലൈനിൻ്റെ പാക്കേജൊക്കെ എടുത്തിട്ടുള്ളവർക്ക് നേരെ അവിടെ ചെല്ലാം. അവിടെ ചെന്നിട്ട് പുള്ളിയുടെ പുള്ളി നിൽക്കുന്നിടം നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവിടെ നിന്ന് സിപ്പ് ലൈനിൽ പോകാൻ പറ്റും. അവിടെ ഒരു ചെറിയ ഈ കാണുന്ന മരത്തിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് സിപ്പ് ലൈനുണ്ട്. ഇത്രേ ഉള്ള സിപ്പ് ലൈൻ. ഇത് ഈ വശത്തു നിന്നാണ് തുടങ്ങുന്നത് അതുവരെ. അത് ഭയങ്കര നഷ്ടമാണല്ലോ. ഓക്കെ, ഇനി നമ്മുടെ കേവ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ബ്ലൂ ലഗൂൺ 1ൻ്റെ അടുത്തുള്ള കേവിലാണ്. എൻട്രൻസ് ഫീസൊന്നുമില്ല. കയറുന്ന സമയത്ത് 20,000 കിപ്പ് എല്ലാത്തിനും കൂടെ ചേർന്ന് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ബ്ലൂ ലഗൂൺ 3 ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ജാക്കറ്റും മറ്റേ ട്യൂബും ഒക്കെ കാശ് കൊടുത്ത് മേടിക്കണം. പിന്നെ ലോക്കറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി അങ്ങ് പോവാണ്. നമുക്ക് സമയപരിമിതിയും ആരോഗ്യ കണക്കിലെടുത്ത് ഞാൻ അങ്ങോട്ട് അധികം അങ്ങ് പോകുന്നില്ല. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനിയൊരു വ്യൂ പോയിൻ്റ് കൂടെ കവർ ചെയ്യാനുണ്ട്. നമുക്ക് അതുവഴി കൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കയറി വന്നു. 120 മീറ്റർ എന്നാണ് പറഞ്ഞത്. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ് കയറി വരാനൊക്കെ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂർ പാക്കേജ് എടുത്ത് വന്നേക്കുന്ന ആൾക്കാരാണ് ഈ വരുന്നത്. ഒരു ചൈനീസ് എങ്ങാണ്ടാണ്. അപ്പോൾ ഇത് നേരെ കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ല. എനിക്ക് തോന്നുന്നു അവിടെ നേരെ കാണുന്ന അവിടെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ ബുദ്ധ സ്റ്റാച്ചു ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ കേവ്സിലെല്ലാം, ഈ വാങ്വിയാനിലുള്ള കേവ്സിലെല്ലാം ഏറ്റവും നീളം കൂടിയ കേവ് ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ ഒറ്റയ്ക്ക് വരരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. കേവിൻ്റെ അകത്ത് ആൾക്കാരില്ല എങ്കിൽ അത് നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാണ്.
എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. വെറുതെ ആ ചേട്ടനെ തെറ്റിദ്ധരിച്ചു. സിപ്പ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടുന്ന് പിന്നെ താഴോട്ട് കുറച്ചധികം ദൂരം കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത് നഷ്ടമല്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഒരു പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ സിപ്പ് ലൈനിൽ ഇങ്ങനെ ഊർന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ബ്ലൂ ലഗൂൺ യാത്ര നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണത് 6 or 7 ബ്ലൂ ലഗൂൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് 1, 2, 3 ആണ്. പിന്നെ എക്സ്ട്രീമായിട്ടുള്ള ട്രാവലേഴ്സൊക്കെയാണ് 4, 5, 6 അവിടെയൊക്കെ പോകുന്നത്. അതൊന്നും ഇത്രത്തോളം ഭംഗിയൊന്നുമില്ല. ബ്ലൂ ലഗൂൺ 1 എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ടൂറിസ്റ്റുകളുടെ ആ ഒരു തിരക്കും കാര്യം മൊത്തം ടൂറിസ്റ്റിക്കാണ്. ബ്ലൂ ലഗൂൺ 3 നല്ലതാണ്. ഇനി 2 ഉണ്ട്. പക്ഷേ 2 നമ്മൾ കവർ ചെയ്യുന്നില്ല. 2 ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി സമയം കളയാണ്ട് നമ്മൾ അടുത്ത സ്ഥലം പിടിക്കുകയാണ്. നമുക്ക് ആ വ്യൂ പോയിൻ്റ് അതും കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത് ഹൈക്കിൻ്റെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അടുത്ത്.